നരേന്ദ്രമോദി ബിജെപിയുടെ പ്രചാരണത്തിനായി എത്തിയത് അണികളിൽ വമ്പൻ ആവേശമാണ് ഉണർത്തിയത്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. മറ്റു മുന്നണികൾ താരങ്ങളെയും മോഹന വാഗ്ദാനങ്ങളും നൽകി പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ദേശീയ തലത്തിൽ നിന്നും പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയത് ജനങ്ങൾക്കിടയിലും ആവേശം വാനോളം ഉയർത്തിയിട്ടുണ്ട്. ആരാധകർക്ക് ആഹ്ലാദമായി, പ്രവർത്തകർക്ക് ആഘോഷമായി, എതിരാളികൾക്ക് അമ്പരപ്പായി പ്രധാനമന്ത്രിയുടെ കടന്നുവരവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലെ റോഡ് ഷോയുടെ അലയൊലികൾ ഇപ്പോഴും കേരളത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. പ്രധാനമന്ത്രി വന്ന് തിരിച്ചു പോയിട്ടും അതിന്റെ ആവേശത്തിനൊരു കുറവുമില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതുവരെ ആ ആവേശങ്ങൾ കെടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പല കാരണങ്ങളാൽ ചരിത്രപരമായി മാറിയ ഈ വീഥി പ്രകടനം ലോകം ആരാധിക്കുന്ന ജനനായകൻ ഈ ചൂടിൽ പാലക്കാട് നട്ടുച്ചയ്ക്ക് തടിച്ചുകൂടിയ പതിനായിരങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷമാണ് തൃശൂരിലേക്ക് എത്തിയത്. പാലക്കാട് പ്രസംഗിച്ചു, തൃശൂരിൽ പ്രകടിപ്പിച്ചു. പാലക്കാട് കേരളത്തോടുള്ള ആഭിമുഖ്യവും പ്രതീക്ഷയും കരുതലുമായിരുന്നു വർത്തമാനത്തിൽ കേട്ടത്. തൃശൂരിൽ തന്നെ കാത്തുനിൽക്കുന്ന പരമാവധി ആളുകളെ കണ്ണിൽ കണ്ണിൽ നോക്കി അവരുടെ മനക്കണ്ണിൽ കയറാൻ മോദി ശ്രദ്ധിച്ചു. കൈവീശി ഓരോരുത്തരെയും ആ കൈവീശൽ എനിക്കായിരുന്നു എന്ന് വിശ്വസിപ്പിച്ചതായിരുന്നു മോദിയുടെ യാത്ര. വടക്കുംനാഥന്റെ പ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനിക്ക് ചുറ്റുമുള്ള സ്വരാജ് കൃതിയിലായിരുന്നു പുഷ്പാലംകൃത വാഹനത്തിൽ പ്രധാനമന്ത്രി യാത്ര നടത്തിയത്. ഇടതുവശത്ത് തിങ്ങിക്കൂടിയ ജനങ്ങളിൽ ആരെയും കാണാതെ പോയ പ്രധാനമന്ത്രി പാലക്കാട് നിന്ന് മണിക്കൂർ ഇടവേളയിൽ തൃശൂരെത്തി. ജനസ്വീകരണം വാങ്ങിയ മോദിക്ക് വേഷത്തിൽ മാത്രമായിരുന്നു പാലക്കാട്ടെ അതേ ആവേശം, അതേ ആഹ്ലാദം. വാഹനത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും കയറ്റാൻ കഴിയാത്തതിനാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയും ഇടതും വലതും നിർത്തിയ സ്ഥാനാർത്ഥികളും ചരിത്ര പ്രധാനികളായി. ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും BJPയിലെത്തിയ നാട്ടിക ജന CC മുകുന്ദനായിരുന്നു. വലതുവശത്ത് നിന്നത് BJPയിലെത്തിയ പത്മജ വേണുഗോപാലും. ഈ രണ്ടുപേരുടെ സാന്നിധ്യം ചരിത്രപരമാകുന്നത് രാഷ്ട്രീയമായി കൂടിയാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽ കനത്ത വില്ലനാണ് ഈ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം. മോദിയെ കാണാനെത്തിയത് BJP പ്രവർത്തകരോ NDA പ്രവർത്തകരോ മാത്രമായിരുന്നില്ല. ആൾക്കൂട്ടം കണ്ട് അമ്പരന്നുവെന്ന് രാഷ്ട്രീയ എതിരാളികൾ തന്നെ രഹസ്യമായി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. യാത്ര സമാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ഡൽഹി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിന് തിരിച്ചു. പ്രധാനമന്ത്രി ഇനി ഏപ്രിൽ 4-ാം തീയതി കേരളത്തിലെത്തുന്നുണ്ട്. മാത്രമല്ല, കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. NDAയുടെ വർദ്ധിച്ചു വരുന്ന ജനസമ്മതിയും BJPയോട് ജനങ്ങൾക്ക് കൂടി വരുന്ന വിശ്വാസത്തിലും അത് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡീൽ ആരോപണങ്ങളെ പരാമർശിച്ച മോദി BJPയാണ് തെരഞ്ഞെടുപ്പിലെ A ടീം എന്ന് പറഞ്ഞു. ഇടത് വലത് പാർട്ടികൾ ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ ജനസമൂഹങ്ങൾക്ക് NDAയോടും BJPയോടുമാണ് സ്നേഹമെന്നും മോദി വ്യക്തമാക്കി. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മോദി. ജയ് വികസിത് കേരളം എന്ന് മലയാളത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത്. കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പതിറ്റാണ്ടുകളായി മുഖം മൂടി അണിഞ്ഞ രണ്ട് വിഭാഗം രാഷ്ട്രീയക്കാരുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ് കേരളം. ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് UDF. രണ്ടുപേരും അഴിമതിക്കാരും വർഗീയവാദികളുമാണ്. ഇരു പാർട്ടികളും സ്വീകരിക്കുന്ന എല്ലാ നയങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രമാണ്. ഇവർക്ക് കേരളത്തിന്റെ വികസനത്തെ പറ്റി യാതൊരു ചിന്തയുമില്ല. ഇവിടെ വരാൻ പോകുന്ന BJP NDA സർക്കാർ കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കും. വികസിത കേരളം സൃഷ്ടിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. മാറാതിരുന്നതെല്ലാം ഇനി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. UDF പറയുന്നു BJPയും CPMഉം ഒത്തുകളിക്കുന്നുവെന്ന്. CPM പറയുന്നു UDFഉം BJPയും ഒത്തുകളിക്കുന്നുവെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിലെ A ടീം BJPയാണ്. ഇടത് വലത് പാർട്ടികൾ ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് BJPയെ മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അവർ നടത്തിയിട്ടുള്ള കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നും മോദി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.